ജെയിംസ് കൂടിയുണ്ട്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജെയിംസ്, നാട്ടുകാരാണ് ഈ പുള്ളിയെ കണ്ടത്. താങ്കൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? കണ്ട സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ ഞാൻ കാട്ടിനുള്ളിൽ ചേർന്നുള്ള വയൽ പ്രദേശത്ത് പ്രൈവറ്റ് സ്ഥലത്താണ്. ഇത് ഈ പറയുന്ന ഈ അമ്മാനി എന്ന് പറയുന്ന സ്ഥലം ഒരു ജനവാസ മേഖലയാ? ജനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ, അതോ വനത്തോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണോ? ജനവാസ മേഖലയാണ്, കോളനികൾ ഉൾപ്പെട്ടത്. ഇതിനു മുൻപ് ഇവിടെ പുലിയെ കണ്ടിട്ടുണ്ടോ ജെയിംസ്? പുലിയെ കണ്ടിട്ടില്ല, പക്ഷേ ഇതിനെയൊക്കെ പോത്തിനെയും പശുവിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് 2 മാസം മുമ്പ്. ജെയിംസ്, അവിടെ ഈ പുലിയെ കണ്ട ആളുകളോട് സംസാരിച്ചോ? നല്ല പരിക്കുണ്ടോ പുലിക്ക്? നല്ല പരിക്കുണ്ട്, നല്ല പരിക്കുണ്ട്. പക്ഷേ എന്നാൽ ചില സമയത്ത് ആളുണ്ട്, വനവകുപ്പിന്റെ എല്ലാം ഉണ്ട്. ഇപ്പം ചികിത്സ നൽകേണ്ട സ്ഥിതിയിലാണല്ലേ? അല്ലാതെ നേരെ കാട്ടിലേക്ക് കയറ്റി വിടാൻ പറ്റില്ല. വിടില്ല. അവർ കാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ എണീക്കാൻ പറ്റുന്നുണ്ടോ പുലിക്ക്, അതോ ഒരേ കിടപ്പാണോ? എണീക്കാൻ പറ്റും, ഇടയ്ക്ക് എണീറ്റ് കൂടും. എങ്ങനെയുള്ള പരിക്കാണ്? എങ്ങനെയാണ് ഈ പരിക്ക് പറ്റിയത്? അങ്ങനെ എന്തെങ്കിലും ഉദ്യോഗസ്ഥർ പറഞ്ഞോ? പിടിച്ചിട്ടില്ല, ആർക്കും അടുത്തോട്ട് പോകാൻ പേടിയുണ്ട്. അത്യാവശ്യം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എങ്ങനെ ഇതാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം അവര് ചികിത്സിക്കാൻ കൊണ്ടുവന്ന വെറ്റിനറി ഇവര് ഡോക്ടർമാർ വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ വരും. അവരും കൂടെ വന്നിട്ട് ശേഷം ഈ ചികിത്സിക്കണമെങ്കിലും ഒരു കൂട്ടിലേക്കൊക്കെ മാറ്റേണ്ടി വരില്ല. അതെങ്ങനെയാണ് അവർ ആലോചിക്കുന്നത്, അതറിയോ? അതിനെ കുറിച്ച് അറിയില്ല, അവരുടെ തിരക്കിലാണ്. ജനങ്ങൾ വരുന്ന അതിന് മുമ്പ് കൊണ്ടുപോകാനുള്ള തിരക്കിലാണ്. ഇപ്പൊ ചൂടാവുന്നുണ്ട്, ഓടിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും കണ്ടിരുന്നു തോന്നുന്നു അല്ലേ? എന്തോ ഇന്നലെ രാത്രിയും ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഇതില് ഇന്നലെ ജനങ്ങള് ഇന്നലെ രാത്രി വെളുപ്പിനാ കണ്ടത്. പുലർച്ചെയാണ് കണ്ടത് അല്ലേ? എന്തോ ശരി, വളരെയധികം നന്ദി ജെയിംസ് സംസാരിച്ചതിന്.